സമസ്ത മുഷാവറ ഇന്നത്തെ സാഹചര്യത്തിൽ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ നേതാക്കന്മാരായിട്ട് വരുന്നവരുടെ ലിസ്റ്റ് മഷായിക്കന്മാരുടെ നിർദ്ദേശപ്രകാരം ഒരു കോളാമ്പി പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടോ ആദ്യം. സമസ്ത മുഷാവറ ഇന്നത്തെ സാഹചര്യത്തിൽ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മോഹിനിയാട്ടവും കഥകളിയും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന അൻസാരി സുഹരി ആയിരിക്കും അതിന്റെ സെക്രട്ടറി. ഒരു വെളിവുമില്ലാത്ത വാളക്കുളം സഖാഫി ആയിരിക്കും അതിന്റെ പ്രസിഡന്റ്. തിരുമണ്ടൻ പൊട്ടുകരക്കാരൻ മജീദ് ആയിരിക്കും അതിന്റെ ജോയിന്റ് സെക്രട്ടറി. അതുപോലെയുള്ള ആളുകളായിരിക്കും. അതുപോലെ സിറാജ് വള്ളുവങ്ങാടിനെ പോലെയുള്ള അത്തരം ചില ആളുകളായിരിക്കും അതിന്റെ ട്രഷറർ സ്ഥാനത്തേക്കും മറ്റും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിലെ നേതാക്കന്മാരായിട്ട് വരുന്ന ആൾക്കാരെ പേരാണ് ഈ പറഞ്ഞത് പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ ഒന്ന് അൻസാരി സുഹരിയാണ്, പിന്നെ വാളക്കുളം സഖാഫിയാണ്, പിന്നെ മജീദ് ഹസനിയാണ്. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അതില് മറ്റൊരാളെ ഇടം പിടിച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്തായിരിക്കുന്ന സിറാജ് വള്ളുവങ്ങാട്. ഓനെ ട്രഷറർ സ്ഥാനത്തൊക്കെയാണ് പിന്നെ അവനക്ക് യോഗ്യത എന്ന് പറഞ്ഞത്. എന്തായാലും സിറാജിനെ എനിക്ക് അറിയുന്ന ആളായതുകൊണ്ട് പിന്നെ അവനെ ഞാൻ പരിചയപ്പെടാൻ കാരണം നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ രണ്ടാളും ഏതാണ്ട് ഇവന്മാർക്കെതിരെ ഉരു ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള ബന്ധമാണ്. അപ്പൊ എന്തായാലും സിറാജിനെയൊക്കെ ഇവർ ആ രീതിയിലാണ് കണക്കൂട്ടുന്നത്. അതും ഈ കോമാടന്റെ ഒക്കെ നിർദ്ദേശപ്രകാരം സംസാരിക്കുന്ന ഒരു കോളാമ്പിയാണിത്. ഈ കോളാമ്പി മറ്റേതെങ്കിലും കോളാമ്പികൾ ലീവാണെങ്കിൽ അവിടെ കയറുന്ന വ്യക്തിയാണ് ഇവൻ പറയാണ് സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെ വരാൻ പോകുന്ന ആളുകൾ. അപ്പൊ ഇവന്മാർക്കൊക്കെ തലവേദന ആയതാണ് ഈ പറയുന്ന ആൾക്കാർ. ഇവര് മാത്രമല്ല, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ വരും. അപ്പൊ ഈ മുഷാവറയിലേക്ക് ഞാനൊക്കെ ഇടം പിടിക്കാൻ സാധ്യത ഉണ്ട്. ഞാനൊക്കെ 10ന്റെ ഉള്ളിൽ തന്നെ ഞാനൊക്കെ ഉണ്ടാവും, 40 ഉള്ളിലേ. അപ്പൊ അവർക്കൊക്കെ എനിക്കും ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ സിറാജിനൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയും? സിറാജ് ഇവന്മാർക്ക് ഇത് കണക്കിന് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സിറാജിന്റെ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരട്ടോ, ഒന്ന് കേൾക്കേണ്ടതാണ്. നമുക്കൊന്ന് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദിന്റെ ഒരു ക്ലിപ്പ് ഇങ്ങനെ കേട്ടപ്പോഴേ ഞാനിത് ആരെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പൊ ഒന്ന് കേട്ടോക്കിട്ടോ. രോഗം സുഖപ്പെടുത്തണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എന്റെ രോഗമെന്ന് ശിഫയാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയില്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ല. ഇയാൾ പറയാ പിന്നെയോ നിങ്ങളൊന്ന് ഇടപെട്ട് ഞങ്ങളെ രോഗം സുഖപ്പെടുത്തി തരണം. ഏതുപോലെ അതിന് ഉദാഹരണം പറയാൻ ഡോക്ടറെ അടുത്ത് വന്ന് പറയാണ് എന്റെ രോഗം സുഖപ്പെടുത്തണം. അപ്പൊ ഡോക്ടർ മരുന്ന് കൊടുക്കും, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യും. ഡോക്ടർ നിമിത്തമായി ഇതുപോലെയാണ് ബദരീങ്ങളോട് പറയുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇയാൾ എത്ര അതപ്പതിച്ചു പോയി. ഞാൻ അങ്ങനെ ആലോചിച്ച് ആരായിരിക്കും ഇത് ഇങ്ങനെ പറയണത്? പക്ഷെ അതിപ്പോ ഒരു കാരണമല്ലാതെ പറയില്ലല്ലോ. അപ്പൊ ആളെ കിട്ടി. ആള് നോക്കാണ് നിങ്ങള്, ആളൊരു 1.5 ആളാ. ആള് പറയണ നോക്കിയും. ഒന്നുകൂടി പറയട്ടെ, ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളെ വിശ്വാസം പഠിച്ചോ. ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ. ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ലാഹ് തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്. രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടു. കേട്ടില്ലേ? സമാധാനായി. ഞാനിതേ ആരാണെന്ന് കരുതി ഓപ്പ ഇങ്ങനെ പറയുമ്പോഴേ ആ കോവാളുടെ വലിയ കോളാമ്പിയല്ലേ അത് കിട്ടി. അൽഹംദുലില്ലാഹ്. വല്ലാത്ത ജാതിയില്ലേ. അപ്പൊ ഈ വീഡിയോ ചെയ്ത സിറാജാണ് സമസ്ത മുഷാവറ ട്രഷറർ സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞത്. കേട്ടില്ല നിങ്ങള്? അപ്പോൾ ഇതാണ് ഒരു ചെറിയ കോളാമ്പി ഇവിടെ പറഞ്ഞത്. അപ്പൊ ഞാൻ അതുപോലെ തന്നെ സിറാജ്, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ ഉള്ളത് കാരണം നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുന്നു, അതിലൂടെ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുന്ന സമയങ്ങളിലൊക്കെ കുട്ടികൾക്കെതിരെ വീഡിയോ ചെയ്യാതെ ഈ നൗഷാദിന്റെ പ്രസംഗം ആദ്യം മുതൽ കേട്ട ഏതൊരാൾക്കും മനസ്സിലാവും. കാരണം പഴയ കാലത്തൊക്കെ സംഘടനാപരമായിട്ട് കുറച്ചൊക്കെ അടുത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ തന്നെ സിറാജും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യ കാലത്തൊക്കെ എന്റെ പ്രസംഗം കേട്ടിട്ടാണല്ലോ നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇപ്പം സംസാരിച്ച് ഇതിന്റെ നേരെ വൈരുദ്ധ്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസംഗത്തിന് സിറാജ് അതാണ് ചൂണ്ടിക്കാണിച്ചത് അല്ലെ. ഇപ്പൊ അവന് ആദ്യം അതിൽ പറയുന്നു, ആ പറയുന്ന ആള് എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് ഇതേ കാര്യം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പിന്നീട് എന്താ വന്ന് പറഞ്ഞത്, മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് ബാധകയല്ല. ഈ വ്യക്തി പറയണം. അപ്പോ ഇതാണ് ഇവന്റെ അവസ്ഥ. എനിക്ക് പറയാനുള്ളത്, ഇവന്മാർ എന്തൊക്കെ പറയുന്നുണ്ടോ, എന്തൊക്കെ ആരോപണങ്ങള് ഉസ്താദ്മാരെ കുറിച്ച് പറയുന്നുണ്ടോ, അതിനുള്ള സകല മറുപടി സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. ഇവന്മാര് പറഞ്ഞതന്നെ ഇവന്മാർക്ക് മറുപടി കൊടുക്കാനും പറ്റും. ഇത് ഒന്ന് എടുത്ത് ജനങ്ങൾ കേൾപ്പിക്കാന്നുള്ള ഒരു ചെറിയ കർത്തവ്യമുള്ളൂ ഞാനും എടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല. അപ്പോഴേക്കും ഞങ്ങളെ മുഷാവറ അംഗങ്ങളിലേക്കൊക്കെ ആര് ഇവനെ കയറ്റിയെത്തുന്നു. അതുപോലെ തന്നെ മറ്റു മജീദ് അർശരി ഒക്കെ പേരൊക്കെ പറയുന്നുണ്ട്. മജീദ് അർശരിക്കൊക്കെ നല്ല ജോലിയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു സമയം കിട്ടുമ്പോൾ ഇവരെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ശരിയത്തും ദുരീക്കത്തും അങ്ങനെ എന്തോ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്.
അപ്പൊ അതില് ഇവന്മാർക്ക് കണക്കിന് മറുപടി കൊടുക്കും. കാരണം ഈ കുഞ്ഞായ്മേനാണ് അതിൽ വരുന്ന ആദ്യം എല്ലാ കമന്റും കാണുന്ന വ്യക്തി. അപ്പൊ ഇവര് കൊടുക്കും. അപ്പൊ അടുത്തൊരു പരിപാടി ഇവര് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്താ അറിയോ, ഇവരെന്ത് ചെയ്യും, കണക്കിനാണ് കൊടുത്തു. അപ്പൊ ഈ കരിപ്പൊക്കെ പിന്നെ അവിടെ പെരിവന്മാര് തീർക്കുക. അല്ലാതെ അതുകൊണ്ട് ഇവന്മാർക്ക് ഒരു ദീനും പറയാൻ കഴിയില്ല. അപ്പൊ അതിനു വേണ്ടി പിന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക ആ ഗ്രൂപ്പ് കൂടെ. അത് കേട്ടിട്ട് ഇതാണ് ലോകം എന്ന് കരുതിയിട്ടാണ് ഈ ചെങ്ങായിമാരൊക്കെ പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്നതൊക്കെ ഞങ്ങൾ മശായിക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ്. ഇപ്പൊ സമസ്ത പുനഃസംഘടിപ്പിച്ച് അതിന്റെ പ്രശസ്ഥാനത്തേക്കാണ് ആര് സിറാജിനെ വെച്ചിട്ടുണ്ട്. നോക്കണല്ലേ, ഇതൊക്കെ മഷായിക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നതെന്ന് കരുതുമ്പോഴാണ് നമുക്കിതിന്റെ എന്താ പറഞ്ഞു പോവാ. എന്തായാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയും ഇത്ര വീഡിയോകളൊന്നും ഒഴിവാക്കാം എന്ന് ചിന്തിക്കട്ടോ. നമുക്ക് മറ്റൊരു കണ്ടന്റ് പിടിക്കാം. പക്ഷെ പിന്നെ ഇതിങ്ങനെ കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയും. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ കോളാമ്പി വന്നിട്ട് പറയും. സിറാജിനെ ഞാൻ അറിയുന്ന വ്യക്തിയാണ്, ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അടുത്തൊക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്തായാലും അങ്ങനെ നല്ലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ അമ്മമാരുടെ ഈ വിഷയം കാരണം ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധം സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സിറാജ് മാത്രമല്ല, ഒരുപാട് പേരെ അറിയാം. അത് ഇവരൊരു വട്ടൂരി കേന്ദ്രത്തിൽ നിന്ന് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസമായി എൻ്റെ മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നു. പൊതുവെ ഈ വട്ടൂരിയാൾ ഒരു ഫേക്ക് ഐ ഡി പോലത്തെ ഐഡിയിലാണ് പിന്നെ അവര് പൊതുവെ FB-ലൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇയാള് സ്വന്തം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, യഥാർത്ഥ പേരൊക്കെ ഉണ്ട്, ഫേക്ക് ഐ ഡി ഒന്നല്ല. അപ്പൊ ഞാൻ ഇത് ആരാണെന്നൊരു അന്വേഷണം കൂടി നടത്തിയിട്ടോ. ആള് ഈ വട്ടൂരി ആസ്ഥാനത്ത് സ്ഥിരമുള്ള വ്യക്തിയാണ്. അവരധിക പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അയാളെ വീഡിയോ സഹിതമാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും അയാള് കഴിഞ്ഞ വീഡിയോക്ക് വരെ ഒരു കമന്റ് ഇട്ടുണ്ട്. ആ കമന്റ് ആണ് കേട്ടോ, കണ്ടില്ല, ഈ കമന്റ് അയാൾ ഇട്ടതാണ്. എന്തായാലും ഞാനിപ്പോ ഈ കമന്റ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അയാള് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കമന്റ് ഉള്ളത്. പിന്നെ മെസ്സഞ്ചറിൽ അയാൾ പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഇയാൾ മറ്റൊരു സുഹൃത്ത് വീഡിയോ ചെയ്യുന്നതിന്റെ ഇടയിൽ അയാൾ ഇട്ട മറ്റൊരു കമന്റ് ആണത്. കണ്ടോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക വെച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിയും ഈ ചങ്ങായി തന്നെ ആയിരിക്കും. എന്നാ ശരി കേട്ടോ.